ഒരിക്കൽ കോൺഗ്രസ്സുകാരനായിരുന്ന പി.വി. അൻവർ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഒക്കെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് കുടിയിരുത്തിയ ഇടതുപക്ഷക്കാരനായി മാറിയ പി.വി. അൻവർ അവിടെ നിന്ന് പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ ഭാഗമായി ഇടതുപക്ഷം വിട്ടുവരികയും അവർക്കെതിരായുള്ള ആയുധമായി സ്വയം മാറുകയും ചെയ്ത പി.വി. അൻവർ ഇപ്പോൾ സ്വന്തമായി എവിടെയും ചേക്കേറുവാൻ കഴിയാതെ UDFും പരിഗണിക്കാത്ത ഒരു തരത്തിലേക്ക് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് നേതൃത്വം നൽകുവാൻ തന്നെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആരംഭിക്കുവാൻ വേണ്ടിയുള്ള അനുവാദവും ഉത്തരവാദിത്വവും നൽകി എന്ന് പി.വി. അൻവറും അവകാശപ്പെടുന്നു. ഇങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടി സുന്ദരമായി പോകുന്ന സാഹചര്യത്തിലാണ് നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കുകയും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFിന് അനുകൂലമായി പ്രവർത്തിക്കുകയും UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് പി.വി. അൻവർ പറഞ്ഞത്. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാവാണെന്ന് കോർഡിനേറ്ററാണെന്ന് അവകാശപ്പെടുന്ന പി.വി. അൻവർ പറഞ്ഞത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുകയില്ല, അവിടെ മത്സരിക്കുവാൻ പോകുന്ന UDF സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് നിരുപാധികം പിന്തുണ അർപ്പിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വാദം. എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഇത്തരത്തിൽ തൻ്റെ പ്രസ്താവന അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് CJ ഉണ്ണിയും സംഘവും അദ്ദേഹത്തിനെതിരായി വന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിലേക്ക് പി.വി. അൻവർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെന്നും അത് കൈകാര്യം ചെയ്തിരുന്നത് താനും തൻ്റെ സംഘവുമായിരുന്നു എന്ന തരത്തിലേക്കായിരുന്നു CJ ഉണ്ണി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചില പ്രസ്താവനകൾ ഇറക്കിയത്. ഇത് ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പി.വി. അൻവർ ഒറ്റയ്ക്കല്ല എന്നും തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഇതിനു മുമ്പേ ഉള്ളതുകൊണ്ടും ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചു മുൻപോട്ട് പോകുന്ന ഒരു കമ്മിറ്റി ഉള്ളതുകൊണ്ട് ആ കമ്മിറ്റിയോടുകൂടി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ പി.വി. അൻവറിനെ നിലമ്പൂരിൽ ആരെ മത്സരിപ്പിക്കുമെന്നും നിലമ്പൂരിൽ ആർക്ക് പിന്തുണ നൽകുമെന്നും ഈ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാൻ കഴിയൂ എന്നാണ് CJ ഉണ്ണി വ്യക്തമാക്കിയത്. എന്നാൽ CJ ഉണ്ണി ഈ കാര്യം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഒന്നും പി.വി. അൻവർ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് പി.വി. അൻവർ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പി.വി. അൻവർ പറഞ്ഞത് കേരളത്തിൽ ഒരു തൃണമൂൽ കോൺഗ്രസേ ഉള്ളൂ, അത് താൻ കോർഡിനേറ്റ് ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ്. തന്നെ മമതാ ബാനർജി എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് നേരിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായാണ് നിലമ്പൂരിൽ UDFിന് നിരുപാധികം പിന്തുണ നൽകുമെന്നും ആ പിന്തുണയുടെ പുറത്ത് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞതെന്നും പി.വി. അൻവർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോൾ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന CJ ഉണ്ണി വ്യക്തമാക്കുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കേണ്ട, എന്തുകൊണ്ട് മത്സരിക്കണം, എവിടെ മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ അന്തിമ തീരുമാനം ഇതാണ്: നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. അതിനുവേണ്ടിയുള്ള 5 പേരുടെ പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് മമതാ ബാനർജിക്ക് നേരിട്ട് അയച്ചു കൊടുത്തിരിക്കുകയാണ് CJ ഉണ്ണി. അതിനുള്ളിൽ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒരു കത്ത് രൂപേണ എഴുതി അറിയിച്ചിട്ടുമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമാണ്. എന്നാൽ ഇത്തരത്തിലൊരു കത്ത് മമതാ ബാനർജിക്ക് അയച്ച കാര്യം കേരളത്തിലെ കോർഡിനേറ്ററായ പി.വി. അൻവർ അറിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അൻവറിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇവിടെ നിന്ന് CJ ഉണ്ണി കത്തിലൂടെ സ്ഥാനാർത്ഥി പട്ടികയും മറ്റു കാര്യങ്ങളും ദേശീയ നേതൃത്വത്തെ എഴുതി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായുള്ള CJ ഉണ്ണിക്ക് എല്ലാ തരത്തിലുള്ള അവകാശവും അതിനുണ്ട്. ആ അവകാശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 5 പേരുടെ പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് മമതാ ബാനർജിക്ക് കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അവിടെ പി.വി. അൻവർ ആ ലിസ്റ്റിനോടൊപ്പം ഉണ്ടായിരുന്ന കത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി പുറത്തു വരുന്ന വാർത്ത എന്തെന്നാൽ പി.വി. അൻവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അദ്ദേഹം പാർട്ടിയുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട്, പലതരത്തിലുള്ള വിലപേശൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം കൂടി ആ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് സജീവമായി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് സ്ഥാനാർത്ഥി പട്ടിക പ്രധാനപ്പെട്ട വിഷയമാണ്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഇപ്രകാരമാണ്: അഡ്വക്കേറ്റ് ജിന ജോയ്, MK അലി, M ബഷിറായ്, സലീം മാലിക്, ജയരാജ് തണൽ എന്നീ 5 പേരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മമതാ ബാനർജിക്ക് അയച്ചിട്ടുള്ളത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഈ കത്ത് പരിഗണിക്കുകയാണെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാക്കുവാൻ സാധിക്കും. ഇവിടെ പി.വി. അൻവർ ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ UDFിന് പിന്തുണ നൽകിക്കൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ ഘടകകക്ഷിയായി മാറി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ്
PV അൻവർ മുൻപോട്ട് വെക്കുന്ന ലക്ഷ്യം. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് ഉപേക്ഷിക്കുകയും പിന്നീട് UDF പാളയത്തിലേക്ക് അങ്ങനെ തന്നെ ലയിച്ചു ചേരാമെന്നുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ചുവടുവെപ്പാണ് PV അൻവർ നടത്തിയിട്ടുള്ളത് എന്നൊരു വാദം കൂടി ഈ കത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ കത്തിന് മറുപടി ലഭിക്കുകയും ആ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്ററായി തുടരുമോ, അതല്ല നിലമ്പൂരിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസ് മത്സരിപ്പിക്കുമോ, ഇനി UDFന് അനുകൂലമായുള്ള നിലപാടായിരിക്കുമോ തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുക എന്നടക്കമുള്ള മറ്റു കാര്യങ്ങൾ വരിക. എന്തായാലും കേരളത്തിൽ തങ്ങളുടേതല്ലാത്ത മറ്റ് കമ്മിറ്റികളൊന്നുമില്ല എന്നുള്ളതാണ് CJ ഉണ്ണിയുടെ വാദം. എന്നാൽ താൻ നേതൃത്വം നൽകുന്ന, താൻ കോർഡിനേറ്റ് ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ് PV അൻവർ മുൻപോട്ട് വയ്ക്കുന്ന വാദം. അതോടൊപ്പം PV അൻവർ മറ്റു ചില കാര്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ പാർട്ടി പ്രസിഡന്റ് ആക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായി മുൻപോട്ട് വയ്ക്കുന്നത്. എന്നാൽ PV അൻവറിന് ചില ടാസ്ക് തൃണമൂൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട് എന്ന ചില വിശദീകരണ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിൽ പലയിടങ്ങളിലും പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്ത് അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അദ്ദേഹം പറയുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാം. അദ്ദേഹം കേരളത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ സാധ്യതയുള്ള ഒരു നേതാവാണ് എന്ന് തൃണമൂൽ കോൺഗ്രസിന് മനസ്സിലാക്കുകയും അദ്ദേഹം പറയുന്ന രീതിയിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനെ ചലിപ്പിക്കുവാൻ കഴിയുന്ന അധികാരപരിധി അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുമെന്നുള്ള വാദങ്ങൾക്കാണ് ബലം വന്നിട്ടുള്ളത്. അതായത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന്, കോർപ്പറേഷനുകളിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ ഗ്രാമപഞ്ചായത്തിൽ നിന്നോ 200 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം PV അൻവറിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് ദേശീയ നേതൃത്വം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലുള്ള PV അൻവറിന് നൽകുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. എന്തായാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നുകിൽ MLA സ്ഥാനത്ത് അദ്ദേഹത്തെ 2026 തൃണമൂൽ കോൺഗ്രസിന്റെ MLA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചോ, അതല്ല എങ്കിൽ രാജ്യസഭ അംഗമായി പരിഗണിച്ചോ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ പരിഗണിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പോയിട്ടുള്ള ഈ സ്ഥാനാർത്ഥി പട്ടികയും കത്തും അതിൻ്റെ മറുപടിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം.